വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് 7500-ലേറെ വോട്ടിന് ജയിക്കുമെന്നാണ് പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 5 പഞ്ചായത്തുകളിൽ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുമെന്നും റിപ്പോർട്ട് പറയുകയാണ്. UDF ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ടാണ്. നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം എന്നിവിടങ്ങളിൽ ലീഡ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 7500 വോട്ടിന് ജയിക്കുമെന്നാണ് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ മനസ്സിലാവുകയും ചെയ്തിട്ടുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ വാർത്തയുടെ സുപ്രധാന വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, ജനവിധി യഥാർത്ഥത്തിൽ അറിയുന്നതിന് വേണ്ടി ഒരു നാൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനു മുൻപ് ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ? ബിനിൽ, ഇതിപ്പോൾ സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് പ്രകാരം ആര്യാടൻ ഷൗക്കത്ത് 7500 വോട്ടുകൾക്ക് മുകളിൽ വിജയിക്കും എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. അതിലെ പ്രധാനപ്പെട്ട ലീഡുകൾ നമുക്ക് പറയാം. വഴിക്കടവിൽ UDF 3500 വോട്ടുകൾക്കും, മൂത്തേടത്ത് 3000 വോട്ടുകൾക്കും, എടക്കരയിൽ 2000, ചുങ്കത്തറ 2500, പോത്തുകൽ 1500, ഇത്രയും വോട്ടുകൾക്ക് ലീഡ് വരും എന്നുള്ളതാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ ഒരു പ്രാഥമിക വിവരം. അങ്ങനെ 12500 വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് ഈ 5 പഞ്ചായത്തുകളിൽ നിന്നായി ലീഡ് ഉണ്ടാകും. LDFന് പോലീസിന്റെ വിലയിരുത്തൽ പ്രകാരം ലീഡ് വരാൻ പോകുന്നത് കരുളായി പഞ്ചായത്തിലാണ്. കരുളായി, അമരമ്പലം, നിലമ്പൂരാണ്. അതിൽ കരുളായി പഞ്ചായത്തിൽ 1000 വോട്ടിന്റെ വളരെ കുറഞ്ഞ ലീഡ് മാത്രമാണ് കരുളായിയിൽ LDFന് ഉണ്ടാകുക എന്നുള്ളതാണ്. അമരമ്പലത്താണെങ്കിൽ 1500 വോട്ടുകളുടെ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലമ്പൂർ നഗരസഭയിലാണ് അല്പം കൂടുതൽ ലീഡ് പ്രതീക്ഷിക്കുന്നത്. അവിടെ 2500 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 പഞ്ചായത്തുകളിൽ നിന്നായി 5000 വോട്ടിന്റെ ലീഡ് LDFന് ഉണ്ടാകും. അങ്ങനെ 7500-ൽ പരം വോട്ടുകളുടെ ലീഡിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മുന്നണികളുടെ കണക്കുകൂട്ടലിലും ഏറെക്കുറെ UDFന്റെ കണക്കുകൂട്ടലിലും ഇതിൽ നിന്ന് ഈ നിലമ്പൂരിൽ LDF തന്നെ ലീഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കരുളായി, അമരമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ UDFന്റെ വിലയിരുത്തലിൽ അവിടെ ലീഡ് ചെയ്യും എന്നുള്ളതാണ്. നിലമ്പൂരിൽ മാത്രമാണ് LDFന് ലീഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഏറെക്കുറെ UDFന്റെ ഒരു വിലയിരുത്തലിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ കൂടി വിവരം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ LDF ഇപ്പോഴും കരുതുന്നത് 1500 വോട്ടുകൾക്കെങ്കിലും സ്വരാജ് വിജയിക്കും എന്നുള്ളതാണ്. പലയിടങ്ങളിലും നേരിയ വോട്ടിന്റെ ലീഡ് ഉണ്ടാകും എന്നുള്ളത് LDFന്റെ വിലയിരുത്തലുണ്ട്. പക്ഷേ 1500 വോട്ടുകളുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അത്രയും വളരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഒരു സാധാരണ ഒരു വിലയിരുത്തൽ 1500 വോട്ടിൽ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും അറിയാനുള്ള തോൽവിക്കാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു വിലയിരുത്തൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത്രയേറെ ശക്തമായ മത്സരം നടക്കുന്നു. അൻവറിന്റെ വോട്ട് നിർണായകമായി മാറുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം വഴിക്കടവിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് അവർ പ്രതീക്ഷിക്കുന്നത്. അവരുടെ വിലയിരുത്തലിൽ 25000 വോട്ടെങ്കിലും കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വഴിക്കടവിൽ, അതോടൊപ്പം തന്നെ മൂത്തേടം തുടങ്ങിയ സ്ഥലങ്ങളിൽ അൻവറിന് വോട്ട് കിട്ടും. അൻവറിന്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും LDFന്റെയും UDFന്റെയും പോലെ പോളിംഗ് ഏജന്റുമാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുറത്ത് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി സ്ലിപ്പ് കൊടുക്കുന്നതിനും മറ്റുമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അത് വഴിക്കടവിലും എടക്കര പോലെയുള്ള സ്ഥലങ്ങളിലും മാത്രമാണ് ഉണ്ടായത്. നിലമ്പൂർ നഗരസഭയിൽ 20 ബൂത്തുകളിൽ മാത്രമാണ് അത്തരമൊരു പ്രവർത്തനം അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റതെല്ലാം അവർ പറയുന്നത് ആളുകൾ സ്വയം സംഘടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം സന്നദ്ധരായി തന്നെ അൻവറിന് വോട്ട് ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പോലീസിന്റെ, സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലാണ് 7500 പരം വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന ഒരു വിലയിരുത്തലുള്ളത്. ഓക്കെ, നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിൽ വലിയ ലീഡ് നേടും എന്നുള്ളതാണ് പോലീസിന്റെ പഠനത്തിലൂടെ, അവർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ അവർ പങ്കുവെക്കുന്നത്. സർക്കാരിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. UDFന് അനുകൂലമായ ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ വാർത്ത പങ്കുവച്ചത്.